കോഴിക്കോട്ടെ ഹർഷീന, കാട്ടാക്കടയിലെ സുമയ്യ, മാനന്തവാടി സ്വദേശി ദേവി എന്നിങ്ങനെ ആരോഗ്യ സംവിധാനത്തിന്റെ പിടിപ്പുകേട് മൂലം ദുരിതമനുഭവിക്കുന്നവരുടെ പേരുകൾ പറഞ്ഞാലും തീരില്ല എന്ന അവസ്ഥയാണ്. ആ പട്ടികയിലെ അവസാനത്തെ പേരുകാരിയാണ് പുന്നപ്രയിലെ ഉഷ ജോസഫ്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ സമീപകാലത്ത് സംഭവിച്ച ചികിത്സാ പിഴവ് സംഭവങ്ങൾ ഒന്നൊന്നായി നമുക്കൊന്ന് പരിശോധിക്കാം. റിസർച്ച് ഡെസ്കിൽ നിന്ന് ജെ ബിന്ദുരാജ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ആദ്യം. ചികിത്സ വേണ്ടത് ആരോഗ്യ മേഖലയ്ക്കോ? കേരളത്തെ ഞെട്ടിച്ച ചികിത്സാ പിഴവ് കേസുകളിൽ ഒന്നായിരുന്നു ഹർഷീനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവം. 2017 നവംബറിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക മറന്നുവച്ചതാണ് സംഭവം. 2022 സെപ്റ്റംബർ 17 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ഇത് ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുക്കുകയായിരുന്നു. പോലീസ് അന്വേഷണത്തിൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഭാഗത്ത് പിഴവുണ്ടായതായി കണ്ടെത്തി. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ 2023 മാർച്ച് 22 നടന്ന തൈറോയിഡ് ശസ്ത്രക്രിയയിലാണ് കാട്ടാക്കട കിള്ളി സ്വദേശി സുമയ്യയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയത്. ഇതേ തുടർന്ന് സുമയ്യയ്ക്ക് പലവിധ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. 2025 മാർച്ച് 2 നെഞ്ചിന്റെ എക്സ്റേ എടുത്തപ്പോഴാണ് ഗൈഡ് വയർ കുടുങ്ങിക്കിടക്കുകയാണെന്ന് കണ്ടെത്തിയത്. പുറത്തെടുത്താൽ അപകട സാധ്യതയുള്ളതിനാൽ ഗൈഡ് വയർ ഇതുവരെ പുറത്തെടുക്കാനായില്ല. വയനാട് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ 20 മാനന്തവാടി സ്വദേശിയായ ദേവിയുടെ പ്രസവത്തിനിടെ ശരീരത്തിനുള്ളിൽ കോട്ടൺ തുണി കുടുങ്ങിയത്. രക്തസ്രാവം തടയാൻ വെച്ച തുണി പുറത്തെടുക്കാൻ മറക്കുകയായിരുന്നു. 75 ദിവസത്തിന് ശേഷം ഡിസംബർ 29 തുണി തനിയെ പുറത്തു വന്നത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്ലാസ്റ്റർ ഇട്ടതിലെ അപാകത മൂലം 9 വയസ്സുകാരി വിനോദിനിയുടെ കൈ മുറിച്ചു മാറ്റാനിടയാക്കിയ സംഭവമായിരുന്നു മറ്റൊന്ന്. 2025 സെപ്റ്റംബർ 24 വീണു പരിക്കേറ്റതിനെ തുടർന്ന് കൈയിൽ പ്ലാസ്റ്റർ ഇട്ട് വീട്ടിലേക്ക് വിട്ടയക്കുകയായിരുന്നു. തുടർന്ന് പ്ലാസ്റ്റർ ഇട്ടതിലെ അപാകത മൂലം രക്തയോട്ടം നിലച്ചതിനാൽ കുട്ടിയുടെ വലത് കൈ മുറിച്ചു മാറ്റേണ്ടി വന്നു. ആശുപത്രി അധികൃതർ ചികിത്സാ പിഴവ് നടന്നതായി സമ്മതിച്ചു. കോന്നി മെഡിക്കൽ കോളേജിൽ കോന്നി അരുവാപ്പലം സ്വദേശിയായ 14-കാരൻ തൻസീറിന്റെ ഒടിഞ്ഞ കൈ ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ വളഞ്ഞുപോയെന്ന് പരാതി ഉയർന്നിരുന്നു. 2025 നവംബർ 15 പ്ലാസ്റ്റർ ഇട്ടത്. 2.5 മാസത്തിനു ശേഷം ഈ വർഷം ഫെബ്രുവരി 2 പ്ലാസ്റ്റർ മാറ്റിയപ്പോൾ കൈ വളഞ്ഞുപോയെന്നാണ് പരാതി. ഇതിന് പിന്നാലെയാണ് 5 വർഷങ്ങൾക്ക് മുൻപ് 2021 മെയ് 3 ആലപ്പുഴ വണ്ടാനം സർക്കാർ മെഡിക്കൽ കോളേജിൽ ഗർഭപാത്രം നീക്കം ചെയ്യൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ പുന്നപ്ര 40 ചിറയിൽ ഉഷ ജോസഫിന്റെ വയറ്റിൽ നിന്നും കത്രിക കണ്ടെത്തിയത്. ഒരാഴ്ച മുമ്പ് മൂത്രത്തിലൂടെ രക്തം വരാൻ തുടങ്ങിയതോടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നടത്തിയ എക്സ്റേ പരിശോധനയിലാണ് കത്രിക കണ്ടെത്തിയത്. റിസർച്ച് ഡെസ്ക് 24. എന്നാൽ ഈ വാർത്ത കാണുമ്പോൾ ഒരുപാട് പ്രേക്ഷകർ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുന്നു. അതിൽ രാകേഷും റോഷൻ ഇങ്ങനെ പറയുന്നു: കേരളം നമ്പർ 1 എന്ന് വാക്കിൽ മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിൽ അത് കാണണമെങ്കിൽ ഭൂതക്കണ്ണാടി എടുത്ത് നോക്കേണ്ടി വരുമെന്നാണ് രാകേഷും റോഷൻ പറയുന്നത്. അങ്ങനെ അടച്ചാക്ഷേപം ആർക്കുമില്ല രാകേഷ് റോഷൻ. കാരണം ഈ പറയുന്നത് പോലെ ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പിഴവുകൾ അതിങ്ങനെ ചിലയിടങ്ങളിലൊക്കെ ഉണ്ട് എന്നാണ്. അടച്ചാക്ഷേപിക്കുന്നില്ല. കാരണം ഒട്ടേറെ അധികം മറ്റധികം മേഖലകളിൽ നമ്മൾ നമ്പർ 1 തന്നെയാണ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.